നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അവസരം കിട്ടുമ്പോൾ പ്രവാസികളെ പിഴിയുന്ന പണി ഇപ്പോഴും തുടരുകയാണ് എന്നതിന്റെ നേർക്കാഴ്ചയാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വീണ്ടും ഉയർന്നതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. അതെ, എത്രയൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും പ്രവാസികളെ പിഴിയുന്നതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വേനലവധി മുന്നിട്ട് സ്കൂളുകളിലും അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. പെരുന്നാൾ അവധികളോടനുബന്ധിച്ച് നാട്ടിൽ പോകാനൊരുങ്ങിയ പ്രവാസികൾക്ക് കടുത്ത വെട്ടാണ് ഇത് നൽകുന്നത്. വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നതിനെ തുടർന്ന് നാട്ടിലേക്ക് പോകാനാകാതെ വലയുകയാണ് പ്രവാസികൾ. 5000 രൂപയിൽ തുടങ്ങിയിരിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകളിൽ 10 ഇരട്ടി വരെ വർധനവുണ്ടായെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ അവധിക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് വിമാന കമ്പനികൾ പ്രവാസികളിൽ നിന്നും ഉയർന്ന തുക ഈടാക്കുന്നത്. 5000 രൂപ മുതൽ തുടങ്ങുന്ന ദുബായിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ ജൂൺ മാസം 40,000 രൂപ വരെയായി ഉയർത്തി. യാത്രാ നിരക്ക് കുറയ്ക്കാൻ ഇടപെടണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അവധി കഴിഞ്ഞ പ്രവാസികൾ തിരിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. കോഴിക്കോട് നിന്ന് ഓഗസ്റ്റ് മാസം ദുബായിലേക്ക് പോകണമെങ്കിൽ തന്നെ കുറഞ്ഞത് 25,000 രൂപയെങ്കിലും ചിലവാക്കണം. ഇതുകൂടാതെ ആഭ്യന്തര യാത്രാ നിരക്കുകളും നന്നായി കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ 20% വർധനവാണ് ഉണ്ടായത്. വേനലവധിക്ക് സ്കൂൾ അടച്ചിട്ടും നാട്ടിൽ പോകാൻ കഴിയാതെ നിരവധി പേരാണ് ഗൾഫിൽ ഉള്ളത്. കഴിഞ്ഞ 2 വർഷത്തിൽ നാട്ടിൽ പോകാൻ കഴിയാത്തവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിമാന ടിക്കറ്റിന് ലക്ഷങ്ങൾ കടം വാങ്ങിയും മറ്റും കുടുംബസമേതം നാട്ടിൽ പോയവരുമുണ്ട്. ഇതുകൂടാതെ വിമാന ഇന്ധന വില ഉയർന്നതാണ് ടിക്കറ്റ് നിരക്ക് കാര്യമായി ഉയരാൻ കാരണമായി കമ്പനികൾ നൽകുന്ന വിശദീകരണം എന്നത്. വിമാന ഇന്ധനത്തിന് ജൂൺ 2ാം വാരം 16% വില കൂടി പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന വിലയായിട്ടുണ്ട്. ഇതുകൂടാതെ രൂപയുടെ മൂല്യത്തകർച്ചയും ടിക്കറ്റ് നിരക്ക് ഉയരാൻ കാരണമായതായും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും പ്രവാസികൾക്ക് സാധാരണ നൽകുന്നതിലും 5 ഇരട്ടി ഉയർന്ന തുക നൽകേണ്ട സാഹചര്യമാണ് ഉയർന്നിരിക്കുന്നത്. ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ്. നാട്ടിൽ പോകാൻ കഴിയാതെ യാത്ര മാറ്റിവെച്ചവരും ഇവർക്കിടയിലുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.